ബജാജിന്റെ ചേതക്ക് ഇലക്ട്രിക് വണ്ടികളുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് ടൂ വീലറുകളാണ്. അതിൽ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഉണ്ട്, സ്പ്ലെൻഡർ ഉണ്ട്, വെസ്പ ഉണ്ട്, ബജാജിന്റെ 2 ചേതക്ക് പുതിയ ഇലക്ട്രിക് വണ്ടികളുണ്ട്. അപ്പോൾ കുറച്ചധികം വണ്ടികളുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി 2024 ബജാജിന്റെ ഇലക്ട്രിക് വണ്ടിയാണ്. 6730 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി വേറെ അങ്ങനെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 24 മോഡൽ 8-ാം മാസം വണ്ടി നമ്മൾ ചോദിക്കുന്ന വില 97,000 രൂപയാണ് ചോദിക്കുന്ന വില. അപ്പോൾ നമുക്ക് അടുത്തത് വീണ്ടും ഒരു ഇലക്ട്രിക് വണ്ടി തന്നെയാണ്. 2024 തന്നെ മോഡല്, മാനുഫാക്ചറിങ് എല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. KL52 രജിസ്ട്രേഷനിൽ വരുന്ന ഈ ഒരു ബ്ലൂ കളർ വരുന്ന വണ്ടിയാണ്. 24 മോഡൽ ബജാജിന്റെ ചേതക്ക് തന്നെയാണ്. അപ്പൊ ഈ വാഹനം വരുന്നത് 5000-ന് ഒരു 40 കിലോമീറ്റർ കുറവ്, 4989 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വാഹനത്തിന് വേറെ അങ്ങനെ അപകടമൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കണമെങ്കിൽ ക്ലിയർ ആക്കി കൊടുക്കാം. കുഴപ്പമുള്ള കാര്യമില്ല. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 90,000 രൂപയാണ്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില. 2024 മോഡൽ 2 വണ്ടികളാണ് നമ്മളിപ്പോൾ ബജാജിന്റെ ചേതക്ക് കാണിച്ചു തന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് 2015 മോഡൽ പിയാജോന്റെ വെസ്പയാണ്. ഈ കളർ അത്യാവശ്യം ആൾക്കാർ ചോദിക്കുന്ന ഒരു കളറാണ്. നമ്മളിത് കുറെ അന്വേഷിച്ച് തപ്പി പിടിച്ചിട്ടാണ് ഈ കളർ വണ്ടി മേടിച്ചത്. 36,000 കിലോമീറ്ററാണ് ഈ വണ്ടി വാഹനം ആകെ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലൊരു ടയർ നമ്മൾ പുതിയത് ഇപ്പം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വണ്ടി ഇതും കൂടി ഈ വെസ്പയാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു വീഡിയോ. നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചപ്പോൾ ഒരു വീഡിയോ അതിൻ്റെ കൂടെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ചോദിക്കുന്ന വില 35,000 രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില. പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് 2023 മോഡൽ സ്പ്ലെൻഡർ പ്ലസ് ആണ്. ഈ വാഹനത്തിന് അത്യാവശ്യം ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഹാൻഡിൽ പിന്നെ ഒരു ഷോർട്ട് ഹാൻഡിൽ ആക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയ വണ്ടിയാണ്. ഡ്യുവൽ കളർ ബ്ലൂവും ബ്ലാക്കും കളറൊക്കെ ആയിട്ട് വരുന്ന വണ്ടിയാണ്. KL74 രജിസ്ട്രേഷനിൽ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 80,000 രൂപയാണ്. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ചെറുവക ഈ പറഞ്ഞ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ അതിൽ 3 വണ്ടിയും കൂടി ഇരിക്കുന്നുണ്ട്. ഒരു ഡ്യൂക്ക്, ഒരു ബുള്ളറ്റ്, പിന്നെ നമ്മളെ ഹാർലി ഇരിക്കുന്നുണ്ട്. ഇതിൽ ബുള്ളറ്റ് കൊടുക്കും, ഡ്യൂക്കും ഹാർലി നമ്മൾ കൊടുക്കാനുള്ള വണ്ടിയല്ല. അത് ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒന്നും വിചാരിക്കരുത്. അത് എല്ലാത്തിന്റെ കൂടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഡ്യൂക്ക് ആണെങ്കിൽ 2016 മോഡൽ BS3 വണ്ടിയാണ്. അതങ്ങനെ കിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിൽ ഞാൻ പുതിയ വണ്ടി എടുത്താണ് വണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് ബുള്ളറ്റാണ്. 2021 മോഡൽ BS6 വരുന്ന സ്റ്റാൻഡേർഡ് 350 വണ്ടിയാണ്. സിംഗിൾ ഓണറുള്ള വണ്ടിയാണ്. 33,000 കിലോമീറ്റർ സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഒറിജിനാലിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്കിത് കേരളത്തിൽ എവിടെയായാലും നമുക്ക് ലോഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ്. വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ സ്ക്രാച്ചസ് അങ്ങനെയൊന്നും ഇല്ല. നല്ല നീറ്റ് വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ടയർ കണ്ടാൽ മോശമാണ് ഇതിപ്പോ കിടക്കണത്. ആ 2 ടയർ നമ്മൾ മാറി തരും. 2 ടയർ അടക്കം നമ്മൾ പുതിയത് മാറി. നമുക്ക് ഈ വണ്ടി ചോദിക്കുന്ന വില 1,25,000 രൂപ നമ്മൾ ചോദിക്കുന്ന വില. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഹാർലിയാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതും ഈ പറഞ്ഞ ഡ്യൂക്കും സെയിലിനുള്ളതല്ല. ഇത് 2013 മോഡൽ വണ്ടിയാണ്. നമ്മൾ സെക്കൻഡ്സ് എടുത്തതാണ്. അത് സെയിലിനല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ടൂ വീലറുകൾ. പിന്നെ ഇതല്ലാണ്ട് വേറെ 1-2 വണ്ടികളും കൂടി ഉണ്ട്. അത് വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കണ്ട വണ്ടികളെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സാപ്പിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലൊക്കെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാവരും നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ വണ്ടികൾ നമ്മൾ കൂടുതൽ കൊമേഴ്ഷ്യലാണ് ചെയ്യുന്ന ടൂ വീലറുകൾ. പറഞ്ഞതുപോലെ എക്സ്ചേഞ്ചുകളൊക്കെ വരുന്ന വണ്ടികളാണ്. അതാണ് നമ്മളിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട്
നമ്മൾ ഫോളോ ചെയ്യാം. താങ്ക് യു.